തിരക്കി തിരക്കി അടുത്തൊരു കടയിൽ വന്നിട്ടുണ്ട്. പേരും ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കൊടുക്കണം. ബുക്കിൽ വായന കുത്തിയേക്കുന്നതിൻ്റെയൊക്കെ ഫോട്ടോ ഉണ്ട്. ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ ഒരു പ്ലാനുമായിട്ട് പുറത്തോട്ടിറങ്ങിയതാണ്. 2 കടയിൽ പോയി, ബട്ട് അത് രണ്ടും നടന്നില്ല. ഞങ്ങൾ ഇച്ചാനൊന്ന് കാത് കുത്താമെന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ പോയതായിരുന്നു. പക്ഷേ 2 കടയിൽ ചെന്നപ്പോഴും നടന്നില്ല. ഇപ്പം 4 മണി കഴിഞ്ഞു, 4 മണി കഴിഞ്ഞു. ഇവിടെ 4 മണി വരെ കാത് കുത്തത്തുള്ളൂ. ഇവർക്ക് ടൈമൊക്കെ ഉണ്ട് കേട്ടോ. ഇത്ര സമയത്തെ ഒരു കാത് കുത്തത്തുള്ളൂ, അതിന് മുന്നേ വന്നാലേ കാത് കുത്തു, അങ്ങനെയൊക്കെ ഉണ്ട്. അടുത്ത ഷോപ്പ് കണ്ടുപിടിക്കാനുള്ള തന്ത്രപ്പാടാണ്. മാപ്പ് വേണം. ഓക്കെ, അങ്ങനെ നടന്ന് ഫൈനലി നമ്മളൊരു കട കണ്ടുപിടിച്ചു ഗൈസ്. ഇതാണ് നമ്മുടെ കട. ഇവിടെ നമുക്ക് ചില കാത് കുത്താമെന്ന് തോന്നുന്നു, അറിയില്ല. നമുക്ക് എന്തായാലും അകത്തോട്ട് കയറി നോക്കാം. ഇതാണ് കേട്ടോ നമ്മൾ കുത്താൻ പോകുന്ന കട. ഇവിടെ കുത്തുമോ നമുക്കറിയില്ല. 3 കടയിൽ പോയി, അവിടെ 3 മൂഞ്ചി. അതുകൊണ്ട് നമുക്കിവിടെ നോക്കാം. ഇവിടെ അപ്പോയിൻമെൻ്റ് എടുക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കയറി നോക്കാം. കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. വന്നിട്ടുണ്ട് 3ാമത്തെ കടയാട്ടോ ഇത്. വന്നിട്ട് നമുക്ക് ചോദിക്കാം. ഇവിടെ ഒരിടത്തിൽ നാക്കിലും വായിലൊക്കെ കുത്തിയേക്കുന്നതിൻ്റെ സ്ഥലമുണ്ട്. മുക്കിലും വായന കുത്തിയേക്കുന്നതിൻ്റെയൊക്കെ ഫോട്ടോ ഉണ്ട്. നമുക്ക് നോക്കാം, എന്താകും എന്നറിയില്ല. എങ്കിലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ നോക്കുന്നുണ്ടെന്തോ, നോക്കുവാണ്. സ്റ്റഡ്, ഇവിടെ ഒരു സ്റ്റഡിൻ്റെ മഹാസാഗരമുണ്ട്. അതെയാണോ? 145, 175. This one. 9 karat gold. This one. നല്ലതാണ്. If you want gold, I only have these. If you like the diamond, I have these. Oh yeah. Do you prefer gold or silver? Actually, I'm kind of like I need a like that like gold. one, that Yeah. one around. Yeah, I think this is probably best, is it? Yeah, I'll take So that. 2 of those, yeah? 2 in the same ear? Yeah, Yeah. that one and ഇതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമുക്ക് മോഡൽ വെച്ചേക്കുന്നത്. ഏത് വേണം നമുക്ക് നോക്കാം. ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് അവർ റൂമിലോട്ട് കയറി. ഡാഡായും മോളും കയറുവാണ് റൂമിൽ. It's £40 for that one. So 62 Jaya? total, is that okay? I think I'll stick with that. Yeah, So I can only do that then, I can't do that. that's okay. Yeah. Do you want 2? ഇതാണ് കേട്ടോ നമ്മുടെ ഔട്ട്ഫിറ്റ്. Because one is 20 and the other 42 for 2. Or 22 for 1. I'll just do one. Just the one, sure. Okay. എന്തുവാ One more, yeah. Alright, you sit on here. 42. No, just 22. You can always have the other Akudi? one another day. എന്ത് ചെയ്യാൻ പോടാളാ? അവിടെ എന്ത് ചെയ്യാൻ പോവാ? അടിക്കാൻ പോവാ. നോക്ക് വാച്ചി, നോക്ക് ഡാഡോ അടിക്കാൻ പോവാ. ഞാൻ എക്സൈറ്റഡ് ആണത് കാണാനുള്ള എക്സൈറ്റ്മെന്റിലാണ്. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ കാതുത്ത് നടക്കല്ലാട്ടോ. നമ്മൾ പേരും ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കൊടുക്കണം. എഴുതി കൊടുത്താൽ Just the name, right? Yeah, your name. ഞാൻ വാച്ചി എക്സൈറ്റഡ് ആണ് ഡാഡയ്ക്ക് കാതുകുത്തുന്നത് കാണാൻ. First time, is it? Yeah. I've done one before, but Done one just, before. yeah, Long time ago. long time. ഗൈസ്, എന്താകുമെന്ന് അറിയത്തില്ല. ഇച്ചേ കരയോ? Yeah. Do you think just there? Yeah. ഭയങ്കര സ്പീഡാട്ടോ ഇവിടെ. ഷട്ടപ്പെട്ടെ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. And you wanted the diamond, yeah? Yeah.
ഇത് കണ്ടപ്പോൾ എനിക്കും കാത് കുത്തണം എന്നൊരാഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് കാത് കുത്താൻ പേടിയാണ് ഗൈസ്. എനിക്ക് കാത് കുത്തത്തില്ല. വെയിറ്റ്. മൈ ഗോഡ്. നോക്കട്ടെ, ഇരിക്കി. അങ്ങനെ വിജയകരമായി ഡാഡയ്ക്ക് കാത് കുത്തിരിക്കുകയാണ്. Don't change it for 6 weeks. That's all Alright? Do you need anything to clean it or have you got something at home? വാവച്ചി, എന്തോ ഇത്? I said it was £3. Big one. £3 if you want one. Yep. Yeah, put it on it twice a day, morning and night. Yeah, Okay. yeah, help it heal. വാക്കുട്ടി, It's like, how much was it? 22 plus your £3, 25 in total. You paid downstairs. Yeah. Thank you. Thank you. Bye-bye. കാത് കുത്തിയ വേദനയിൽ ആള് പോവാണ്. ഞാൻ ചിരിക്കുന്നുണ്ട് ഗൈസ്, പക്ഷെ വേദന ഉണ്ട്. നോർമലി വേദന ഉള്ളതാണ് ഗൈസ്. ഇച്ചാൻ എന്താ വേദന ഇല്ലാന്ന് പറയുന്നുണ്ട്. ഇനിയാ വേണം ചേട്ടത്. എങ്ങനെ കടക്കും കുഞ്ഞെങ്ങനെ കടന്നുറങ്ങും? അങ്ങനെ നമ്മൾ എന്തായാലും അവസാനത്തെ നിമിഷം എൻ്റെ ഇച്ചാൻ്റെ സന്തോഷം കണ്ടില്ലേ ഗൈസ്? എന്തൊരു സന്തോഷമാണെന്ന് നോക്കുക, മുഖത്തെ പുഞ്ചിരി. പക്ഷെ നല്ല ഭംഗി കേട്ടോ, സീരിയസ്ലി നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്കിഷ്ടമായി. എനിക്കിത് കാത് കുത്തിയത് എങ്ങനെ ആകും എന്ന് അറിയാത്തോണ്ടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, നന്നായിട്ട് കുത്തിയിട്ടുണ്ട് അവർ. സക്സസ്ഫുള്ളി നമ്മൾ ഈ കടയിൽ നിന്നാണ് കേട്ടോ ഇച്ചാന് സ്റ്റഡ് അടിച്ചത്. കത്തീഡ്രലിൻ്റെ അടുത്തുള്ള ഈ കടയിൽ നിന്നാണ് നമ്മൾ സ്റ്റഡ് അടിച്ചത്. ഡാഡ റിവ്യൂ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട്, കൊള്ളാവോന്ന്. പാക്കുട്ടി റിവ്യൂ പറയ്. ഡാഡയ്ക്ക് സ്റ്റഡ് അടിച്ച് കാതുത്തിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഇഷ്ടായോ? ഇഷ്ടമെങ്കിൽ ഹഗ് പറ ഡാഡയ്ക്ക്. എന്ത് പറയുന്നു? ഹാപ്പി ആയോ? നല്ല വേദന ഉണ്ടല്ലേ? ഞാൻ പറഞ്ഞില്ലേ കാത് കുത്തി കഴിഞ്ഞാണ് ആക്ച്വലി വേദന വരിക. ഈ വേദനയൊക്കെ നോർമലാണ്. അങ്ങനെ ഗൈസ് നമ്മൾ കാത് കുത്തി. നമുക്കൊരു കളർ മേടിച്ചിട്ട് ഇന്ന് വീട്ടിൽ പോയി ചെയ്താലോ? മുടി വെട്ടണം അല്ലേ? സ്റ്റൈലിൽ എന്ന് വെച്ചാൽ മുടിയൊക്കെ വെട്ടാൻ പോവാം. ചെയ്ത് നോക്ക് അവൻ്റെ സ്റ്റൈലൊക്കെ. ഡാഡായ മോളും കൂടി കിടന്ന് ഓടും കേട്ടോ. അങ്ങനെ നമ്മൾ കാത് കുത്തി ക്ഷീണം മാറ്റാൻ വേണ്ടി നമ്മൾ പൗൺലാൻഡിൽ കയറി മോൺസ്റ്റർ മേടിച്ചു. വാക്കുട്ടി ഒരു ചുപ്പാച്ചു. വാക്കുട്ടി എന്തോ എടുത്തേ? തിരിച്ച് കാണിക്കാം. ഒരു ചുപ്പാച്ചു എടുത്ത് ഞാനൊരു പാക്കറ്റ് ലേസ് എടുത്തു. കാത് കുത്തിയത് ക്ഷണിച്ചാൽ മുഖത്ത് ആ ഒരു ഇത് അറിയുന്നുണ്ട്. എങ്കിലും കുഴപ്പമില്ലെന്നുള്ള രീതിയിലാണ് ചായ നടക്കുന്നത്. ഈ ചെരുപ്പോളല്ല ചായ, ഗ്ലിറ്റർ ചെരുപ്പ്. പക്ഷെ എനിക്ക് ചെറുതാട്ടോ ആയിരിക്കും. എത്ര സൈസ്? 5ആ? ഉണ്ണി തിരിച്ചിട്ട് പറ, എന്തുണ്ടെങ്കിൽ പറയാനുള്ളത് പറ. ഫോൺ തിരിക്കാവാ. നടക്ക്. വേണ്ട, ഇപ്പൊ വേണ്ട, വേറെ നോക്കാം. അതെനിക്ക് ചെറുതാ. തിരിക്കും ഉണ്ണി, വാ നടന്നു വാ. പൗൺലൈനിൽ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ചെറിയ ചുമ്മാ കഴിയതാട്ടോ ഞങ്ങള് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കാം, എന്തെങ്കിലും സ്നാക്സും ഡ്രിങ്ക്സും മേടിക്കാം എന്നുള്ള രീതിയിലാണ് കയറിയത്. നടക്ക്. കുറേ ഡ്രസ്സ് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഉടുപ്പ്. ഈ ഉടുപ്പ് ഈ ചെരുപ്പ് എങ്ങനെ? ഈ ഷൂസ് എങ്ങനെയുണ്ട്? കൊള്ളാവോ? അതിനെ പിടിച്ചോ, മോമായി പിടിച്ചോ. നമ്മൾ വാക്കുട്ടിക്ക് ഒരു ഷൂസ് ട്രൈ ചെയ്യുക. കൊള്ളാമെന്ന് വാക്കുട്ടി പറയുന്നുണ്ട്. ഷൂസ് കുറച്ച് കൊള്ളാവോ? ഷൂസ് മേടിക്കട്ടെ ഷൂസ് കൊള്ളാവോ? ഫിക്സ്. നമ്മൾ
നമ്മള് വാക്കുട്ടിക്ക് നോക്കുമ്പോൾ ചെരുപ്പ് ഇട്ടിട്ട് ചെരുപ്പ് മേടിക്കാം. അങ്ങനെ വാക്കുട്ടിക്ക് നമ്മളൊരു ഷൂസ് മേടിച്ചു. കയറിട്ട് എന്തായാലും മേടിക്കണ്ടേ, അതുകൊണ്ട് നമ്മൾ ഒരു ഷൂസ് എടുത്തിട്ടുണ്ടോ ഷൂസ്. നമുക്ക് വേറെ എന്തെങ്കിലും കാണുന്നുണ്ടോ? നോക്കട്ടെ. ഫ്രഷ് സ്ട്രോബെറി, ബ്ലൂബെറി, റാസ്ബെറി. ചെയ്ത് റാസ്ബെറി അല്ലേ? ഓട്ടർമേലൻ മേടിക്കാം ബാബാ. ബാബാ ഫ്രഷ് നമ്മുടെ നാട്ടിലെ മുള്ളൻചക്കയുണ്ട്. ഒരു ഹായ് പറയുന്നുണ്ട്. ഹായ് പറയുന്നു. നമ്മൾ കീസിലോട്ട് പോവുക. നല്ല രസമാണ് കീസിൽ പോവാൻ. അങ്ങനെ ഞങ്ങൾ അവച്ചിയുണ്ട്, ഡാഡയുണ്ട്. ഇതൊരു ഓടി വണ്ടി ഇങ്ങനെ ഇതുവഴി പോകുന്നുണ്ട്. നല്ല കളറ്, ഒരമ്മച്ചി സ്റ്റൈലായിട്ട് നോട്ടിച്ച് പോകുന്നുണ്ട്. ഇവിടെ ഇറങ്ങിയാലുള്ള പ്രത്യേകത ഇതൊക്കെയാണ്. ഓടി, BMW, ഒരുപാട് വണ്ടികളിങ്ങനെ കാണാൻ പറ്റും. ഡ്രസ്സ് ഈ ചായ ഈ ഉടുപ്പ് നമ്മൾ എന്ന് വരുമ്പോഴും കാണുന്നത്. ഇതിപ്പം പുതിയതാണ്. നമ്മൾ എപ്പോൾ വരുമ്പോഴും ഈ ഡ്രസ്സ് കാണാറുണ്ട് നമ്മൾ. ഒരു ആൻറ്റി ക്ലോക്കിൻ്റെ കട. കുതിരക്കടയായത് ഇവിടെ ആയിരുന്നു കുതിര ഇരുന്നത്. ഇവിടെ ഒരു നല്ലൊരു കുതിര ഉണ്ടായിരുന്നു കേട്ടോ. ആ കുതിരക്ക് ഞങ്ങൾ റേറ്റ് ചോദിച്ചു, മേടിക്കാം എന്നുള്ള പ്ലാനിങ് വരെ എത്തി. പക്ഷെ കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മേടിച്ചില്ല. വാക്കുട്ടിക്ക് ബർത്ത്ഡേക്ക് മേടിക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അതിനെ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ മേടിച്ചില്ല. കുതിരയില്ല അമ്പു. നമ്മളെ കീസ് എത്താറായി. വാക്കുട്ടി 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 കൈപ്പിടി, ഡാടാ കൈപ്പിടി. Vakuti, say hi. Say hi. Hi. Hello guys. ഇത് ഓൾഡ് ഹിസ്റ്റോറിക് പ്ലേസ് ആണ്. ഇത് ഫുൾ ഓഫ് വെയർ ഹൗസസ് ആയിരുന്നു. ഇതെല്ലാം പഴയ വെയർ ഹൗസസ് ആണ്. ബട്ട് അതിപ്പം ഇതെല്ലാം റെസിഡൻഷ്യൽ ഫ്ലാറ്റ്സും എല്ലാം ആണ്. ബട്ട് ഇറ്റ്സ് എ വെരി നൈസ് പ്ലേസ്. ഈവനിങ് ഒക്കെ ഒന്ന് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ പ്ലേസ് ആണ്. അതല്ല വളരെ നല്ല ഗ്രൂം ചെയ്ത് എപ്പോഴും നിർത്തിയേക്കുന്നത്. ഇത് ചെറിയൊരു ഈ കാണുന്ന ഈ ബോട്ടില്ലേ, ബോട്ടുകൾക്കൊക്കെ അത് ബോട്ടെല്ലാം കൊണ്ട് ഡോക്ക് ചെയ്യുന്ന അതാണ്. ഇത് ആക്ച്വലി ഡോക്കാണ്. അല്ല ഫുഡ് ഡോക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു മോണമെന്റ് ഉണ്ട്. ഓ വാവ്, I don't know this is high. Yeah, so ഇതാണ് ഡോക്ക് ആക്ച്വലി ഗായ്സ്. ഇതൊക്കെ പ്രൈവറ്റ് ബോട്ടുകളായിരിക്കണം. ഇതെല്ലാം അവര് ഫാമിലി ആയിട്ട് ചില്ല് ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ബോട്ടുകളായിരിക്കണം. So it's a very nice weather today.
ഇത്ര അങ്ങനെ സണ്ണി ആയിട്ട് കിട്ടാറില്ല. ബട്ട് ഇന്ന് മോർണിംഗ് എല്ലാം ഭയങ്കര റൈനിയും സംഭവമായിരുന്നു. It's nice today. ഇവിടെ കുറച്ച് പബ്ബുകളുണ്ട്. ആൻഡ് പഴയൊരു ചേർച്ചാണ്. നേരെ കാണുന്ന വൈറ്റ് ബിൽഡിംഗ് ഇസ് എ പബ് ആക്ച്വലി. ബിൽഡിങ്സിന്റെ കളേഴ്സ് ഉണ്ടോ, എല്ലാം വളരെ പ്ലസന്റ് കളേഴ്സാണ് അവർ കൊടുക്കുന്നത്. അതെല്ലാം പ്രൈവറ്റ് റെസിഡൻസ് ആണ്. സോ അവർക്ക് നല്ലൊരു വ്യൂ ഉണ്ട്. ഇതാണ് അവരുടെ വ്യൂ ആക്ച്വലി. എപ്പോഴും ഹെയർ ബാൻഡ് ഇട്ടിട്ട് വേണം നടക്കാൻ. ചാടലും ചാടി എന്ത് പറ്റും? നമുക്ക് ഇവിടെ ആക്ച്വലി ഗ്ലോസ്റ്റർ കത്തീഡ്രലിൻ്റെ ഒരു വ്യൂ കിട്ടും. See, that's the cathedral there. Monster പൊട്ടിച്ചു കുടിക്കുക. വെയിൽ കാരണം കണ്ണ് കാണുന്നില്ല. ഇത്ര നാൾ തണുപ്പായിരുന്നു. വെയിൽ വന്നാൽ പറയും വെയിൽ. തണുപ്പ് വന്നാൽ പറയും തണുപ്പ്. കുട്ടിയുണ്ട് ഇവിടെ. കമ്പനി ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ? കമ്മൽ കാണുന്നുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ കമ്മൽ കുത്തിയപ്പോ. ഓക്കെ, നമുക്ക് ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. എന്തോ പറഞ്ഞേ? വാക്കുട്ടി ഫോട്ടോ എടുക്കോ? ഞങ്ങൾ രണ്ടുപേരെയും എടുക്കോ? ഫോട്ടോ എടുത്ത് തരുമോ? ഞങ്ങക്ക് എടുത്ത് തരുമോ? ഫോൺ തരട്ടെ? ഫോൺ കൊടുത്തോ? താഴെ ഇടരുത്. താഴെ എടുത്തില്ല. ഫോട്ടോ എടുത്തോ? ഓക്കെ, നന്നായിട്ട് ഫോട്ടോ എടുത്ത് തരണേ. എന്തോ കഴിക്കുന്നേ? ചുപ്പാച്ചു? അതെന്തുവാ? കാണിച്ചോട്. ചുപ്പാച്ചു എന്താന്ന് കാണിച്ചോടല്ലോ. കാണിച്ചേ, ക്യാമറയിൽ കാണിച്ചോട്. കളർഫുൾ കാൻഡി. മുടി അത് മാറ്റിട്ടോ. കൊള്ളാവോ? ചുപ്പാച്ചുന്റെ റിവ്യൂ പറഞ്ഞേ. എങ്ങനെയുണ്ട് ചുപ്പാച്ചു? എങ്ങനെയുണ്ട്? ടേസ്റ്റി ആണോ? യമ്മി. ഒരു 10ൽ എത്ര മാർക്ക് കൊടുക്കും? 10ൽ എത്ര മാർക്ക് കൊടുക്കും? മാർക്ക് കൊടുക്കും പോക്കുട്ടി. 10 കൊടുക്കോ? 10 out of 10. Great. Okay. നിളയുടെ ഒരു ഫേസ് കട്ട് ഉണ്ടല്ലേ ഇപ്പൊ? കണ്ട? ഇതാണ് ഇവിടെ ഞാൻ പറഞ്ഞ ഹിസ്റ്റോറിക് ബിൽഡിംഗ്. നൈസായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ പഴയൊരു വാഗണാന്ന് തോന്നുന്നു. പണ്ടത്തെ ഒരു മോണമെൻ്റായിട്ട് കീപ്പ് ചെയ്തിട്ടായിരിക്കണം. ഇതൊരു റെയിൽവേ ട്രാക്ക് പഴയൊരെണ്ണം. ഡു നോട്ട് ക്ലൈംബ് ഗ്ലോസ്റ്റർ ഡോക്ക് എസ്റ്റേറ്റ്. അതവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ബിൽഡിംഗ്. ഗ്ലോസ്റ്റർ ഡോക്ക് റെയിൽവേ. സോ ഇവിടെ ഇപ്പം പണ്ടൊരു റെയിൽവേ ഉണ്ടായിരുന്നിരിക്കണം. ദാറ്റ്സ് എ വിക്ടോറിയ ഡോക്ക്. ഈ വാഗനാണ് ഇവിടെ
കീപ്പ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ്സ് എ ഡോഗ്. ഇത് ഡോക്കിൻ്റെ വേറൊരു സൈഡാണ്. ഇവിടെ കുറച്ച് ബോട്ടുകൾ ഇപ്പം ഹാങ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ബോട്ടാണ്. അത് കഫേ ആണ് ആക്ച്വലി. സ്പെഷ്യാലിറ്റി കോഫി, ഹോട്ട് ചോക്ലേറ്റ്. ദിസ് സർവ്ഡ് ഹിയർ. ബോട്ട് കഫേ ഉണ്ട്. ഒരു നൈസ് ഐഡിയ ആണ് ബോട്ടിൽ കഫേ ആയിട്ട് റൺ ചെയ്യുന്നത്. ഇവിടെ ഭയങ്കര ഒരു ഹാപ്പനിങ് പ്ലേസ് ആണ് ഇവിടെ. ഇവിടെ തന്നെ ഇതിൻ്റെ വ്യൂ നോക്കിയിട്ട് കുറച്ച് റെസ്റ്റോറൻറ്റ്സ് റൺ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ക്രിസ്മസ് ടൈം ആകുമ്പോഴേക്കും ഐസ് സ്കേറ്റിംഗ് ഉണ്ട് ഈ ഒരു പ്ലേസിൽ. ഞാൻ ലാസ്റ്റ് ക്രിസ്മസിന് കണ്ടായിരുന്നു. അതൊരു ഫേമസ് ഒരു പബ്ബാണ് അന്ന് ഏരിയ കണ്ടത്. ബട്ട് മോസ്റ്റ്ലി വൈറ്റ് പീപ്പിളാണ് ഇവിടെ കൂടുതലായിട്ടും ഹാങ് ഔട്ട് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിൽ. ഇതുവഴി നടന്നു പോയപ്പോൾ ഒരു സൗണ്ട് കേട്ടോ ആ കുട്ടി. അവ പെട്ടെന്ന് നോക്കി. ആ കൊച്ചിനെ കണ്ടോ? ആ കൊച്ചിനെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയാം. അതോ ആ കുഞ്ഞിനെ, ആ വൈറ്റ് ടീഷർട്ട് ഇട്ട കുഞ്ഞിനെ കണ്ടോ? അവൻ റോഡിൽ കൂടെ ഇട്ടാപ്പൊട്ടി പൊടിച്ചോണ്ട് പോയി. അപ്പോൾ ആ കുട്ടി ചോദിച്ചു ഇട്ടാപ്പൊട്ടി എന്തോ സാധനം ഇട്ട സൗണ്ട് കേട്ടപ്പോഴും ആ കുട്ടിക്ക് മനസ്സിലായി ഇട്ടാപ്പൊട്ടിയാണെന്ന്. ആ കുട്ടി ചോദിച്ചു എന്തോ അത് ഇട്ടാപ്പൊട്ടിയാണ്. അങ്ങനെ അവരൊരെണ്ണം കൊടുത്തു. പക്ഷെ അതിന് ഷോട്ട് എടുക്കാൻ പറ്റിയില്ല. അവരൊരു ഇട്ടാപ്പൊട്ടി കൊടുത്തു ആ കുട്ടിക്ക് എറിയാൻ. അങ്ങനെ എറിഞ്ഞ് ഏത് കടയിൽ നിന്നാന്ന് ചോദിച്ചു. ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ പോകുന്നുണ്ടോ റൈഡർ. ഇവിടുത്തെ പിള്ളേർക്കൊന്നും ഒരു പേടിയില്ല കേട്ടോ സൈക്കിളിൽ പോകാനൊന്നും. നമ്മുടെ അവിടെയൊക്കെ പിള്ളേർ സൈക്കിൾ ചവിട്ടുന്നത് ഓൾമോസ്റ്റ് ഒരു 5 വയസ്സിലൊക്കെ അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത് പിള്ളേർ സൈക്കിൾ ചവിട്ട് തുടങ്ങാൻ. പക്ഷെ ഇവിടെ അങ്ങനല്ല കേട്ടോ. ഇവിടെ അതായത് വാക്കുട്ടിയുടെ പ്രായത്തിനേക്കാളും ചെറിയ പിള്ളേർ 2 വയസ്സ് തൊട്ടേ പിള്ളേർ ക്രോസ് ചെയ്യാം. 2 വയസ്സ് തൊട്ടേ പിള്ളേർ സൈക്കിളിലൂടെ ചീറിപ്പാഞ്ഞു പോകും. നമ്മളങ്ങനെ ഇവിടെ എത്തി. കീസിലോട്ട് പോയതൊരു പബ്ബാട്ടോ. ഇത് പബ്ബ് വിത്ത് റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നല്ലേ. ആ കുട്ടിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സ്നാക്സ് ഉണ്ട് കയ്യിൽ. സ്നാക്സ് കയ്യിലുണ്ട്. പക്ഷേ അകത്ത് കയറിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ കേട്ടോ തയ്യൽ മെഷീൻ ഷോപ്പ്. ഇവിടെ ഫുള്ള് തയ്യൽ മെഷീനുണ്ട്. നാട്ടിലെ തയ്യൽ മെഷീനൊക്കെ വെറൈറ്റി തയ്യൽ മെഷീനാണോ എന്ന് എനിക്കറിയില്ല, നോക്കിയിട്ടില്ല. ഇതുവഴി ഇതുണ്ടോ ഡെക്കറേറ്റേഴ്സ്. ഇത് ഫോട്ടോ സ്പോട്ടാണെന്ന് തോന്നുന്നല്ലേ. അതിനകത്ത് കയറിക്ക് ഫോട്ടോ എടുക്കാം. അതൊരു ഫോട്ടോ സ്പോട്ടാണ്. ഓക്കെ, നൈസ് ഒരു ഫോട്ടോ സ്പോട്ട്. അങ്ങനെ നമ്മൾ വീടെത്തി. നമുക്ക് നിച്ചാൻ്റെ CI മൂക്കട്ടിന് ഇവിടെ ഉണ്ട്. നമുക്ക് നിച്ചാൻ്റെ കാത് കുത്തിയതിൻ്റെ റിയാക്ഷൻ നോക്കാം. അയ്യോ തുറക്കാൻ പറ്റുന്നില്ല. നമുക്ക് റിയാക്ഷൻ നോക്കാം. എന്താ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ?
എങ്ങനെയുണ്ട് അമ്മേ? എങ്ങനെയുണ്ട് പറയൂ. ചിരിക്കാണോ? ചിരിക്കല്ലാതെ എന്തെങ്കിലും പറയൂ അമ്മേ. ഞാൻ ഒന്നും പറയുന്നില്ല. നിന്റെ ആഗ്രഹം നീ സാധിച്ചല്ലോ. എത്ര വർഷത്തത് നമുക്ക് ഒറ്റക്കാതുള്ള ഇല്ല, ഇനിയും വരും. ഇവിടെ 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 എല്ലായിടം വരും. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് സിയ? നോക്കട്ടെ എങ്ങനെയുണ്ട്? ആര് പറഞ്ഞ ബോയ്സ് ഒക്കെ കാത് കുത്തത്തില്ലെന്ന്? അത് വീഡിയോ കാണുന്നത് പോലെയല്ലേ സിനിമയിലും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ് ഞങ്ങളോട് അവസാനിപ്പിക്കുകയാണ്. കാതുകുത്തൽ വ്ളോഗ് ഞങ്ങളോട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഞങ്ങളോട് തന്നെ എത്തുന്നതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും കമൻറ്റ് ചെയ്യട്ടോ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ എൻ്റെ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ലുക്ക്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ.